ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് എടുക്കും. അതിനുശേഷം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്താണെന്ന് നമ്മൾ പറയും. ഓർബിറ്റൽ വെലോസിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം റിലേഷൻ കണക്റ്റിംഗ് ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അല്ലേ. ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് ആദ്യം പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് പറയാം. അതിനുശേഷം നമ്മൾ കാര്യത്തേക്ക് പറയാം. എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് പറയുന്നത് അല്ലെ. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരു വർക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കാണ്. എന്ത് വർക്കാണ് ചെയ്യുന്നത്? ഒരു ഇൻഫിനിറ്റിയിൽ, അതായത് അനന്തതയിൽ കിടക്കുന്ന ഒരു വസ്തുവിനെ എന്ത് ചെയ്യുക, ഭൂമിയുടെ, നമുക്കറിയാം ഭൂമിയുണ്ട്, ഭൂമിയുടെ എന്ത് ചെയ്യുക, എർത്തിന്റെ ഔട്ടർ സർഫസിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാകും അല്ലെ. നമുക്ക് എർത്തിന് ഒരു പരിധി വരെ എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്, ഒരു റേഞ്ച് ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. ആ എർത്തിന്റെ ഒരു ദ്വിദൂര കിടക്കുന്ന ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് ശരിക്കും എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ്, അതായത് യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡിയെ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നമ്മൾ ചെയ്യുന്ന വർക്കാണ് ശരിക്കും എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ ഇവിടെയാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എർത്താണ് സംസാരിക്കുക, എർത്ത്. അപ്പൊ ഈ എർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം എർത്തിന്റെ ഇതാണ് എന്ത് ചെയ്യുക. ഓക്കെ, ഇത് ഇവിടെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയാം, അനന്തതമായിട്ട് ഇൻഫിനിറ്റി എന്ന് പറയും. ഈ ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ത് ചെയ്യുക, 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇത് എർത്താണെങ്കിൽ നമുക്ക് ഇവിടെ ഇത് മായ്ച്ചു കളയാം. ഇത് എർത്താണെങ്കിൽ എർത്തിന് ചുറ്റുമാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ ഫീൽഡ് ഉണ്ടാവും അല്ലെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാവും, ഇങ്ങനെ ഫീൽഡുകൾ ഉണ്ടാവും. ക്ലിയറാണല്ലോ. ഈ ഗ്രാവിറ്റേഷൻ ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം, ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം. അപ്പൊ എന്താ, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ്. ഇവിടെ ഒരു യൂണിറ്റ് മാസ് ഉണ്ടാവും അല്ലെ, ഇവിടെ ഒരു യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം അല്ലെ, യൂണിറ്റ് മാസുള്ള മാസിന് ഇൻഫിനിറ്റി എന്ത് ചെയ്യുക, ഈ ഇൻഫിനിറ്റി എന്നുള്ള പോയിന്റിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായി നമ്മൾ കൊടുക്കേണ്ട വർക്കാണ് ശരിക്കും അവിടെ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പൊ ഇതാണ് അത് പറഞ്ഞത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതാണ് എർത്തിന്റെ സെന്റർ അല്ലെ. ഓക്കെ, ഇതാണ് അതിന്റെ, നമുക്ക് മാർക്ക് ചെയ്യാം, ഇതാണ് അതിന്റെ സെന്ററിലുള്ളത് റേഡിയസ്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഈ പോയിന്റ് വരെയുള്ള കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഹൈറ്റ് ആക്കി എടുക്കുക. ക്ലിയർ ആണല്ലോ. ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള പോയിന്റ് ഹൈറ്റ് ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ ആർ ആയിട്ട് എടുക്കുക. എന്താണ് സ്മോൾ ആർ ആയിട്ട് എടുക്കുക? അതായത് സ്മോൾ ആർ എന്ന് പറയുന്നത്, അതായത് സ്മോൾ ആർ ഈസ് ഇക്വൽ ടു ആർ പ്ലസ് എച്ച്. അതായത് ഭൂമിയുടെ സെന്ററിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, വസ്തുവിലേക്കുള്ള ദൂരം, അതാണ് ആർ പ്ലസ് എച്ച് എന്ന് പറയുന്നത്. അതിനാണ് ടോട്ടൽ സ്മോൾ ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ വി എന്നാണ്, വി. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതൊരു വർക്ക് ഡൺ ആണ് അല്ലെ, യൂണിറ്റ് മാസ്. അങ്ങനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വി ഈക്വൽ ടു വർക്ക് ബൈ മാസ് അല്ലെ. അങ്ങനെ വർക്ക് ബൈ മാസ്. ഇവിടെ മാസ് എന്ന് പറഞ്ഞാൽ എത്ര, നമ്മൾ എന്താ യൂണിറ്റ് മാസ് നമ്മൾ എടുത്തത് അല്ലെ. യൂണിറ്റ് മാസുള്ള ബോഡീനെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫിനിറ്റിന്ന് പി എന്നുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ വർക്കിന് എന്താ പറയാ, വർക്ക് ഡബ്ല്യു ബൈ യൂണിറ്റ് മാസ് എത്ര, 1 അല്ലേ. അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, വർക്കാണ് അല്ലെ. അതായത് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നാൽ ഇവിടെ എന്താ, വർക്കാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഭാഗം എടുക്കാം, ചെറിയൊരു പോർഷൻ എടുക്കാം. ഇവിടെ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ഇതാണല്ലോ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ചെറിയൊരു പോർഷൻ എടുക്കാം, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു പി എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരുന്ന ഇടയിൽ ഒരു
ചെറിയ പോർഷൻ എടുത്തു, അവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം, ഡി ആർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. അതായത് ഇപ്പം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കാണ് അല്ലേ. അപ്പൊ വർക്ക് എന്താ, വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, വർക്ക് എന്നാ പറയാം അല്ലെ. വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്ക് ഫോഴ്സിന് നമുക്ക് അറിയില്ല, എഫ് ഇസിക്കൽ ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അതവിടെ കൊടുക്കാം. എഫ് ഇസിക്കൽ ടു ജി m1 m2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ, ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ. ഓക്കെ, ഇവിടെ m2 എന്നുള്ള മാസ് അല്ലെങ്കിൽ m1 എന്നുള്ള മാസാണ്, ഇത് m എന്നുള്ള മാസാണ് വിചാരിക്കുക. m1 ഇത് ഇവിടെ ഉള്ള മാസ് എന്ന് പറയുമ്പോൾ m2 ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, m2 പറഞ്ഞ യൂണിറ്റ് മാസാണ്, m2ന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എഴുതിക്കൂടെ, ജി m1 gm അല്ലെങ്കിൽ m1 m2 gm ഡിവൈഡർ ബൈ എന്ത് ചെയ്യാം, ആർ സ്ക്വയർ. കാരണം ഇവിടെ ഉള്ള m2 എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ 1 ആണ്. അപ്പം gm ബൈ ആർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയ ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പോർഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ചെറിയ ഒരു പോർഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതായത് ചെറിയൊരു ഏരിയയിലെ വർക്കാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോ നമ്മളിപ്പോ കണ്ടുപിടിച്ച ചെറിയ പൊട്ടൻഷ്യൽ ആണ് gm ബൈ ആർ സ്ക്വയർ എന്നാണ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ വർക്ക് കാണും. എന്താണ് ചെറിയ വർക്ക്? ചെറിയ വർക്ക് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു എന്നല്ലേ. ഡി ഡബ്ല്യു ഈസിക്കൽ ടു ഇത് എവിടുന്ന് ഏത് വരെയാണല്ലേ, ഇൻഫിനിറ്റി എന്ന പോയിന്റിൽ നിന്നിട്ട് 6 വരെ ഡിസ്റ്റൻസ്, ഇൻഫിനിറ്റി എന്ന പോയിന്റിൽ നിന്ന് 6 വരെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത് ചെറിയ വർക്ക് ആവും. ചെറിയ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടോട്ടൽ വർക്ക് പറഞ്ഞാൽ ഇൻഫിനിറ്റി ടു 6 ആണ്. അപ്പൊ നമുക്ക് ഡി ഡബ്ല്യു സ്മോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ഡി ഡബ്ല്യു ഈസിക്കൽ ടു എന്താണ് പറയാം, എഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻറ്റു ഡി ആർ. അപ്പൊ ഈ ഫോഴ്സ് നമ്മൾ നേരത്തെ അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. ഫോഴ്സ് എന്താ, ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ, ഡി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. നമുക്ക് ചെറിയ വർക്ക് ഇപ്പം കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വലിയ വർക്ക് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വലിയ വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ വലിയ വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ വർക്ക് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയാം. അപ്പൊ ഇന്റഗ്രൽ ഏതിന് ഏത് വരെ, ചെറിയ വർക്ക് കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വലിയ വർക്ക് കിട്ടും അല്ലെ. അപ്പം ഇന്റഗ്രൽ ഏത് മുതൽ, ഇൻഫിനിറ്റി മുതൽ ആർ വരെ. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ജി എം ഡിവൈഡർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മൾ അടുത്ത പേജിൽ എഴുതാം, വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഇൻറ്റു ഡി ആർ. ക്ലിയർ ആണല്ലോ. അപ്പൊ അതിനെങ്ങനെ എഴുതി, ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജി എം എന്നുള്ള വാല്യൂ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ വെളിയിലെടുക്കാം. ഈക്വൽ ടു ഇവിടെ ഇൻഫിനിറ്റി ആണ്, ഇൻഫിനിറ്റി ടു ആർ ഇന്റഗ്രൽ, ഒരു മിനിറ്റ്, ഇത് നമ്മൾ എഴുതാ, ജി എമ്മിനെ പുറത്തെടുക്കുക. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1 ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 ബൈ ആർ സ്ക്വയറിന് എന്ത് ചെയ്യുക, r⁻² ചെയ്താലോ, മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജി എം ഇൻറ്റു r⁻², ഇതിൽ കൂടെ ഇൻഫിനിറ്റി ടു ആർ വരെ ഇൻറ്റു ഡി ആർ. ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ x⁻n+1 ബൈ n+1. അതായത് ഇന്റഗ്രൽ x⁻n എന്ന് പറഞ്ഞാൽ s⁻n+1 ബൈ n+1 ആണ്. അപ്പൊ ഈ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, r⁻n നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, ജി എം ഇൻറ്റു ഇന്റഗ്രേറ്റ് ചെയ്തതിൽ r⁻² +1 ബൈ -2+1 വിത്തിൻ ദ ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ. ക്ലിയർ ആണല്ലോ. അപ്പൊ അങ്ങനെ വരും, ജി എം ഇൻറ്റു r⁻² +1 അല്ലേ. അപ്പൊ അതിന് r⁻1 അല്ലേ, r⁻1 ബൈ -1 ഇൻഫിനിറ്റി ടു ആർ. അപ്പൊ ഈ ഇവിടെ താഴെ ഒരു -1 ഉണ്ട് അല്ലേ. അപ്പോ ഒരു മിനിറ്റ്, താഴെ ഒരു -1 ആണല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കൂടെ, ഈക്വൽ ടു ജി എം മൈനസ് ജി എം എഴുതി കൂടെ. മൈനസ് മേലോട്ട് വരുമ്പോൾ താഴെ മൈനസ് മേലോട്ട് വരുന്നു, മൈനസ് ജി എം ഇൻറ്റു r⁻1 ഇൻറ്റു ഇൻഫിനിറ്റി ടു ആർ. ഇത് ഇനി ലിമിറ്റ് എന്ത് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, മൈനസ് ജി എം ഇൻറ്റു r⁻1 തന്നെ 1/r എഴുതി കൂടെ, 1/r ഇൻറ്റു ഇൻഫിനിറ്റി ടു ആർ കൊടുക്കാലോ, മൈനസ് ജി എം ഇൻറ്റു
1/r മൈനസ് 1/∞. ആ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം അപ്പർ ലിമിറ്റും പിന്നെ ലോവർ ലിമിറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മൈനസ് GM 1/∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 1/r എന്ന് പറയുമ്പോൾ ഉണ്ടാവുള്ളൂ ബാക്കി -GM/r. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? അതായത് V - GM/r. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന അതിന്റെ ഡെറിവേഷൻ കാര്യം പറയുമ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് നമ്മൾ വർക്ക് ഡൺ ബൈ യൂണിറ്റ് അല്ലെ, യൂണിറ്റ് മാസിന് എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ. അതാണ് V - GM/r. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞു. എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ശരിക്കും ഒരു യൂണിറ്റ് മാസിനെ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റിയിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാവിറ്റേഷൻ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായി നമ്മൾ കൊടുക്കേണ്ട വർക്കാണ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ആ വർക്ക് ഉണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യലാണ് എന്ത് ചെയ്യുക? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ട വർക്ക്, എത്രത്തോളം വർക്കാണ് നമ്മൾ ചെയ്തത്, അതിനാണ് എന്ത് ചെയ്യുക? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ. അതാണ് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ദിസ് കേസ് ആർ സ്റ്റോർഡ് ആസ് എ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം. ഓക്കെ, ഇതെന്താന്ന് പറയാം. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻഫിനിറ്റിയിൽ ഒരു ബോഡി ഉണ്ട്. അവിടെ നിന്ന് ഇൻഫിനിറ്റിയിൽ പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുക? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു മാസാണ്, യൂണിറ്റ് മാസ് അല്ല, ഒരു ഗിവൺ മാസ് M എന്നുള്ള മാസുള്ള ബോഡിയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാണ് എർത്ത്. എർത്തിനൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ ഇവിടെ ഒരു ഗിവൺ ഇതുള്ള ഈ ടോട്ടലാണ് എന്ത് ചെയ്യുക? നമ്മൾ സ്മോൾ r എന്ന് പറയാം. ഇത് r, ഈ ഒരു H, ഈ ഒരു പോയിന്റ് ആണ് എന്ത് ചെയ്യുക? P എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റില് അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ പൊട്ടൻഷ്യൽ എങ്ങനെ കാണുന്ന നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന വർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് എന്ത് ചെയ്യുക? സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക. ഇവിടെ കാണുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതായത് വർക്ക് ഡൺ ഇൻ ദിസ് കേസ് ആർ സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വർക്ക് സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഫിനിറ്റി എന്നൊരു ബോഡിനെ നമ്മൾ എന്ത് ചെയ്യുക? P എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്തില്ലേ? ഈ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുക? ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത്? ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് U എന്നാണ്, ക്യാപിറ്റൽ ലെറ്റർ U. അങ്ങനെയാണ് ഗ്രാവിറ്റേറ്റൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് പറയുന്നത്. U എന്ന് പറയുന്നത് വർക്ക് അല്ലേ? വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ ഓൺ M മാസ്. M മാസിൽ ചെയ്ത വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ ആണ് M മാസ്. അതിനെ പറയുന്ന പേരെന്താണ്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി U എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യാം? ഒരു പൊട്ടൻഷ്യൽ വേണമല്ലോ. പൊട്ടൻഷ്യൽ വേണം. വർക്ക് വരുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ഇൻറ്റു മാസ് സ്മോളർ. ക്ലിയർ ആണല്ലോ? അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, -GM/r. മേലെ -GM/r ആ ഇക്വേഷൻ ഉണ്ടല്ലോ. അത് ആ വീന് സ്ഥാനത്ത് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി U = -G capital M /r സ്മോളർ ഇൻറ്റു സ്മോളർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി U = -G capital M m /r. ഇതിനാണ് എന്ത് പറയാ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്താണ്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് മനസ്സിലാക്കിയല്ലോ. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും അതുപോലെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി തമ്മിൽ ചെറിയൊരു മാറ്റമുള്ളൂ. ഒരു M കൂടുതലാണ്. ഒരു M എന്ത് ചെയ്യാം? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ആകുമ്പോൾ എമ്മിന്റെ M കൂടുതലായിരിക്കും ഇക്വേഷന്റെ അപ്പറിലല്ലേ. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയെന്ന് പറഞ്ഞത്? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ പറഞ്ഞത് എസ്കേപ്പ് വെലോസിറ്റി ഓർ എസ്കേപ്പ് സ്പീഡ്. അതെന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഓർ എസ്കേപ്പ് സ്പീഡ് നമുക്ക് എന്ത് ഈ ടെസ്റ്റിൽ എസ്കേപ്പ് സ്പീഡ് എന്നും കാണാം, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. രണ്ട് രീതിയിലും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ആദ്യം മനസ്സിലാക്കാം.
നമുക്കറിയാം നമ്മൾ എർത്തിന്റെ സർഫസിൽ നമുക്ക് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ വിചാരിച്ചോ. ഈ റോക്കറ്റ് എന്ത് ചെയ്യാം, നമ്മൾ എർത്തിന് നമുക്കറിയാം നല്ല ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്നാണ് അല്ലെ, ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ട്. അപ്പൊ ആ ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, ഈ റോക്കറ്റ് കടന്നാൽ മാത്രം എന്ത് ചെയ്യാം, റോക്കറ്റ് എന്ത് ചെയ്യാം മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ, സ്പേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല സ്പീഡിൽ വേണം എന്ത് ചെയ്യാം, റോക്കറ്റ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോക്കറ്റ് ഏകദേശം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്നൊക്കെ പറയുമ്പോൾ, അതായത് ഒരു വസ്തു എർത്തിന്റെ സർഫസിന് അറ്റ്മോസ്ഫിയറിലേക്ക്, അതായത് ഔട്ടർ സ്പേസിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ 11.2 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രം എന്ത് ചെയ്യാം, ഈ എർത്തിന് സർഫസിന്റെ ബോഡിക്ക് സ്പേസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ത് ചെയ്യും, ആ പോകുന്ന വസ്തുവിനെ പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ആ വസ്തു എന്ത് ചെയ്യാം, അതിനെ എസ്കേപ്പ് ചെയ്ത് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഒരു സെക്കൻഡിൽ മിനിമം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡെങ്കിലും വേഗതയിൽ ആ റോക്കറ്റ് സഞ്ചരിച്ചാൽ മാത്രം എന്ത് ചെയ്യാം, എർത്തിന് ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു കാര്യം തന്നെയാണ് എന്ത് ഇവിടെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്നതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഡെഫിനിഷൻ നമുക്ക് ആദ്യം വായിക്കാം. Okay, the minimum velocity with which a body is to be projected so that they escape from the gravitational field of Earth. Okay, അപ്പൊ ഈ മിനിമം കൊടുക്കേണ്ട വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫീൽഡിന് പുറത്തേക്ക് കടക്കാൻ നമ്മൾ കൊടുക്കുന്ന മിനിമം കൊടുക്കേണ്ട വെലോസിറ്റി ആണ് ഇത് പറയാം, എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ആണ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ മൂണിൻ്റെത് 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. മാർസിന്റെ 5.03 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ മെർക്കുറി 14.25 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ ജൂപ്പിറ്റർ ആകുമ്പോൾ 59.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഡെറിവേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പൊ ഇത് എസ്കേപ്പ് വെലോസിറ്റി എങ്ങനെയാണ് കാണാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകണം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ എക്സ്പ്രഷൻ ആണ് ഇപ്പൊ നമ്മുടെ എർത്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡയഗ്രത്തിൽ. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ എർത്തിന്റെ സർഫസിൽ ഒരു ബോഡി ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു h ഹൈറ്റിൽ ഒരു ബോഡി ഉണ്ട്. ഇവിടെ ഒരു ബോഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. എത്ര ഹൈറ്റ് എത്രയാണ് ഇവിടെ, ഇതാണ് നമുക്കറിയാം എർത്തിന്റെ ഈ ബോഡിയുടെ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് ഉണ്ട്. ഇത് h ആണ്. ഇവിടെ നിന്നിട്ടുള്ള ഇത് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഇത് റേഡിയസ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ സ്മോൾ ആർ എന്ന് പറയുമ്പോൾ ഈ സ്മോൾ ആർ എന്ന് പറയുമ്പോഴാണ് എന്താ, ഈ ആർ പ്ലസ് എച്ചിനെ പറയുന്നതാണ് സ്മോൾ ആർ. അപ്പം സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ആണ്. ഒരു മിനിറ്റ്, സ്മോൾ ആർ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് എച്ച് ആണ് അല്ലേ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഈ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോഡിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയണം. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് പറയണം. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, എസ്കേപ്പ് സ്പീഡ് ഓഫ് വെലോസിറ്റിയെ V0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, വിഇ എസ്കേപ്പ് വെലോസിറ്റി വിഇ എന്ന് റെപ്രസെന്റ് ചെയ്യുക, വിഇ. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ U is equal to മൈനസ് G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ R പ്ലസ് എച്ച്. ക്ലിയർ ആണല്ലോ. കാരണം എന്താ അവിടെ ഇവിടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ റേഡിയസും ക്യാപിറ്റൽ R പ്ലസ് എച്ച് ആണ്. ആ ഹൈറ്റും തമ്മിലുള്ള ഇതാണ് എന്ത് ചെയ്യുക, അവിടെ സ്മോൾ ആർ എന്ന് പറയാം. അപ്പൊ U is equal to മൈനസ് G ക്യാപിറ്റൽ M സ്മോൾ m ഡിവൈഡഡ് ബൈ R പ്ലസ് എച്ച്. ഇതാണ് എന്ത് ഇവിടെ ഉള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പൊ ഒരു ഗിവൺ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ എച്ച് എന്ത് ചെയ്യാം, ആ ഹൈറ്റിലുള്ള ബോഡിയെ ഞാൻ എടുത്ത് എന്ത് ചെയ്യാം, മുകളിലോട്ട് എറിയാണ്. അപ്പൊ മുകളിലോട്ട് എറിയാന്ന് പറയുമ്പോൾ ആ ഒരു ബോഡിക്ക് എന്തെങ്കിലും ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ആ ബോഡിക്ക് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ ബോഡിനെ ത്രോ ചെയ്യുകയാണ്. അപ്പൊ ഒരു ഗിവൺ കൈനറ്റിക് എനർജി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ആ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ക്ലിയർ ആണല്ലോ. ഗിവൺ കൈനറ്റിക് എനർജി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോൾ ടോട്ടൽ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പൊ അങ്ങനെ ഇതാ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ ഒരു ഇതേമാതിരി ഒരു ബോഡി എന്ത് ചെയ്യാം എടുത്ത്, ഈ ബോഡി എന്ത് ചെയ്യാം എടുത്ത് മേലോട്ട് എറിയാണ്. മേലോട്ട് എറിഞ്ഞ ഒരു ഹൈറ്റിൽ എത്തിയല്ലോ. ഈ ഹൈറ്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം ഹൈറ്റിൽ ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ
ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ പുറത്തേക്കാണ് ബോഡി പോണേക്കുക. ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ പുറത്തേക്കാണ് ബോഡി പോകണമെന്നുണ്ടെങ്കിൽ ഔട്ടർ ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ്, അപ്പോൾ അവിടെ നിന്നാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി എന്ത് ചെയ്യുക, സീറോ ആയിരിക്കും. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇതാ കെ ഇ ആൻഡ് പി ഇ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുക, സീറോ. എവിടെയാണ്, ഔട്ടർ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പുറത്ത് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി സീറോ ആവും. ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ചെയ്യാം, നമ്മളെ ബോഡി എന്ത് പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിനൊരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും ഇനീഷ്യലായിട്ട്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ഒരു ഫൈനലായിട്ട് എന്ത് ചെയ്യുക, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ടോട്ടൽ എനർജി ഇനീഷ്യൽ ഉണ്ടാവും ഈക്വൽ ടു ടോട്ടൽ എനർജി ഫൈനൽ. ഒരു ഇനീഷ്യൽ എനർജി ഉണ്ടാവും, ടോട്ടൽ ഫൈനൽ. അതായത് ബോഡി നിൽക്കുകയാണ്. ബോഡി നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ടോട്ടൽ എനർജി ഉണ്ടാവുമല്ലോ, ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ചെയ്യാം. പിന്നെ അതായത് അതുപോലെ തന്നെ ഇനീഷ്യൽ ആയിട്ടുള്ള ടോട്ടൽ എനർജിയും പിന്നെ അത് പോയി കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോഴുള്ള ഫൈനൽ ആയിട്ടുള്ള ടോട്ടൽ എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇവിടെ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് എം വി സ്ക്വയർ. ആ ബോഡി പ്രൊജക്ട് ചെയ്യണ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ഹാഫ് എം വി സ്ക്വയർ. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് എം വി ഇ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാണ്, നമ്മളിവിടെ കണ്ടീഷനുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് അല്ലേ. അത് നമ്മളിവിടെ കൊടുക്കാം. മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡർ ബൈ ആർ പ്ലസ് എച്ച്. ക്ലിയർ ആണല്ലോ. ഇവിടെ ഉണ്ടാവുന്ന കൈനറ്റിക് എനർജി ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്തേക്കാണ് ബോഡി പോകണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുക, സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേം എന്ത് ചെയ്യുക, സീറോ ആയിപ്പോ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഹാഫ് എം വി ഇ സ്ക്വയർ ഈക്വൽ ടു ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡർ ബൈ ആർ പ്ലസ് എച്ച്. ഈ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ സമ്മതിന് പ്ലസ് ആവും. അപ്പോൾ ആർ പ്ലസ് എച്ച്. ഓക്കെ, അപ്പൊ ഇതിൽ വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിപ്പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു സ്മോൾ എം ഉണ്ട്, ഇവിടെ ഒരു സ്മോൾ എം ഉണ്ട്, അത് രണ്ടും വെട്ടിപ്പോയി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ വി ഇ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. അപ്പൊ നമ്മൾ വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gm ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. വി സ്ക്വയർ 2gm ബൈ ആർ പ്ലസ് എച്ച്. ഇനി നമ്മൾ വി ഇ കാണാം. വി ഇ എന്ന് പറയുമ്പോൾ എന്താ, റൂട്ട് ഓഫ് 2gm ബൈ ആർ പ്ലസ് എച്ച്. ക്ലിയർ ആണല്ലോ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ പറഞ്ഞതിന് വി ഈസ് ഈക്വൽ ടു 2gm ബൈ ആർ പ്ലസ് എച്ച്. ക്ലിയർ ആണല്ലോ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇപ്പോ ഈ ഒരു ബോഡി ഇപ്പൊ നമുക്കറിയാലോ ഈ ഒരു ബോഡി എന്ത് ചെയ്യാം, ഒരു ഗിവൺ ഹൈറ്റിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്തത്. അപ്പൊ ഈ ബോഡിന്റെ ഒരു ഗിവൺ ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ സപ്പോസ് ഈ ബോഡി ഉള്ളത് എർത്തിന്റെ സർഫസിന്റെ തൊട്ടടുത്താണ്. എർത്തിന്റെ സർഫസിന് തൊട്ടടുത്ത് അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിലാണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ, ഹൈറ്റ് ഇല്ല. ക്ലിയർ ആണല്ലോ. എർത്തിന്റെ സർഫസിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെയുള്ള റേഡിയസ് മാത്രമേ നമ്മൾ ഇതിന്റെ പരിഗണിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് സീറോ ആവുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പറയാം, അറ്റ് ദ ഇങ്ങനെ കേട്ടോ, ദ ബോഡി അറ്റ് ദ എർത്ത് സർഫസ്. ദ ബോഡി അറ്റ് ദ എർത്ത് സർഫസ്. ബോഡി എന്ത് ചെയ്യുക, എർത്ത് സർഫസിലാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്നാവും. എച്ച് ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എന്താവും, ഇക്വേഷൻ എന്തേനി, വി ഈസ് ഈക്വൽ റൂട്ട് 2gm ബൈ ആർ പ്ലസ് എച്ച്. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കുക, വി ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm ബൈ ആർ പ്ലസ് എച്ച് അല്ലേ. എച്ചിന് സീറോ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ ആർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യം കിട്ടിയല്ലോ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എന്താ എസ്കേപ്പ് വെലോസിറ്റി ഓൾസോ. രണ്ടാമത്തെ ഒരു എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ കിട്ടുന്നില്ല, വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gm ബൈ ആർ. അതായത് ഈ ബോഡി ഉള്ളത് എർത്തിന്റെ സർഫസിലാണെങ്കിൽ നമ്മൾ അവിടെയുള്ള എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ റൂട്ട് ഓഫ് 2gm ബൈ ആർ എന്ന് പറയാം.
ക്ലിയർ ആണല്ലോ. അത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം ഇപ്പൊ ഈ ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ചെറിയൊരു ആറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VE ഈക്വൽ ടു √2GM/R. അപ്പൊ R കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, ഇൻറ്റു R/R ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക, VE ഈസ് ഈക്വൽ ടു √2GM/R² ഇൻറ്റു R ഇങ്ങനെ എഴുതിക്കോട്ടെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ GM/R² പറയുന്ന പേരെന്താണ്, GM/R² എന്ന് പറയുന്ന പേരാണ് എന്ത് ചെയ്യാം, സ്മോൾ ജി. ക്ലിയർ ആണല്ലോ. GM/R എന്ന് പറയുന്നത് സ്മോൾ ജി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എത്രയാണ്, 9.8 അല്ലേ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ VE ഈക്വൽ ടു √2GR. ക്ലിയർ ആണല്ലോ. VE ഈസ് ഈക്വൽ ടു √2GR. ഇതാണ് എന്ത് ചെയ്യുക, എസ്കേപ്പ് വെലോസിറ്റിയുടെ അനദർ ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു h ഹൈറ്റിലുള്ള ഒരു ബോഡി ആണെങ്കിൽ ഈ ഒരു ബോഡിക്ക് എന്ത് ചെയ്യുക, ഭൂമിയുടെ എർത്തിന്റെ നമ്മൾ എന്ത് ചെയ്യുക, എർത്തിന്റെ ഫീൽഡ് കടന്നിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകുന്നത്, അതായത് ഗ്രാവിറ്റേഷൻ ഫീൽഡ് കടന്നിട്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ എത്ര സ്പീഡിലാണ് നമ്മൾ പോകേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ലൊക്കേഷനാണ് VE. ഓക്കെ, അപ്പൊ എർത്തിന്റെ എന്താ എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s എന്ന് കണ്ടല്ലോ. ഈ കേസിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. VE ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 9.8 ഇൻറ്റു ജിന്റെ വാല്യൂ എത്ര, അതായത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പൊ റേഡിയസ് ഓഫ് എർത്ത് 6.4 ഇൻറ്റു 10⁶. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 11.2 km/s. ഒരു സെക്കൻഡിൽ 11.2 km/s വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രം എന്ത് ചെയ്യുക, ഒരു ബോഡിക്ക് എന്ത് ചെയ്യുക, എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് കടന്നിട്ട് പുറത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കാണുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി, അപ്പോൾ ഇവിടെ ഈ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സാറ്റലൈറ്റ് ഒരു തവണ നമുക്ക് എന്ത് ചെയ്യുക, എർത്തിനെ റിവോൾവ് എടുക്കുന്ന സമയം ഉണ്ടല്ലോ, അതാണ് ശരിക്കും വെലോസിറ്റി സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് ഓർബിറ്റ്. അപ്പോൾ ഒരു ഓർബിറ്റിനെ ഒരു വട്ടം കവർ ചെയ്തെടുക്കുന്ന ശരിക്കും വെലോസിറ്റി ആണ് എന്ത് ചെയ്യുക, ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് എന്ന് പറയാം. എന്താണ് സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിൽ നടക്കുന്ന സാറ്റലൈറ്റാണ് ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ് എന്ന് പറയാം. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് എ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിൽ എന്ത് ചെയ്യുക, സാറ്റലൈറ്റിന്റെ ഒരു വട്ടം ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ്, വെലോസിറ്റിയാണ് എന്ത് ചെയ്യുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് റിവോൾവ്സ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഓക്കെ, അതിനാണ് എന്ത് ചെയ്യുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയാം. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇതൊന്നും വായിക്കാം. ഓക്കെ, ഇത് ഇവിടെ ഓക്കെ, ഇവിടെ എർത്തിന് സാറ്റലൈറ്റ് ഉണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇത് പറഞ്ഞാൽ h അല്ലേ ഹൈറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ്, ഭൂമിയുടെ സെൻട്രലിലേക്കുള്ള ഹൈറ്റ് R ആണ്. അപ്പോൾ ടോട്ടൽ R എന്ന് പറയുമ്പോൾ സ്മോൾ r ഈക്വൽ ടു R+h. എന്താണ് സ്മോൾ r ഈക്വൽ ടു R+h. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഓർബിറ്റിൽ, അതായത് സാറ്റലൈറ്റ് എന്ത് ചെയ്യുക, ഈ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാണ്. റിവോൾവ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം ഏതൊരു കറങ്ങുന്ന വസ്തു എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കറങ്ങുന്ന വസ്തുവിന് അങ്ങനെ കറങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടായത് എങ്ങനെയാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സുകളുണ്ട്. ഉള്ളിലോട്ടൊരു ഫോഴ്സ് ആക്ടിനോട് എന്ത് ചെയ്യുക, മനസ്സിലായോ, ഉള്ളിലോട്ടൊരു ഫോഴ്സ് ആക്ടിനോട് മാത്രമാണ് എന്ത് ചെയ്യുക, അതിങ്ങനെ കറങ്ങാനുള്ള കാരണം. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ ആ ബോഡി കറങ്ങാനുള്ള കാരണം, അത് സാറ്റലൈറ്റ് തിരിയാനുള്ള കാരണം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് ഈ എർത്തിന് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ ആരംഭിച്ച ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സും ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എഴുതാൻ പറ്റില്ലോ.
അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ഇവിടെ ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാലോ. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്, അത് ഉള്ളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലോ. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ ആർ ആണ്. എം വി സ്ക്വയർ ബൈ ആർ. എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ? ഇത് എന്ന് പറയുന്നത് സ്മോൾ എം ക്യാപിറ്റൽ എം ഉണ്ട് അല്ലെ. ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്. സ്മോൾ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബോഡിയാണ് അല്ലെ. ഹൈറ്റായിട്ടുള്ള ഒരു മീൻസ് സാറ്റലൈറ്റിന്റെ മാസാണ് സ്മോൾ എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ? ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? ആർ സ്ക്വയർ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്ന് വെട്ടിപ്പോയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവാം. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണത്? എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ഈ ആർ സ്ക്വയർ വെട്ടി, ഈ സ്മോൾ എമ്മും വെട്ടിപ്പോയി. അങ്ങനെ ബാക്കിയുള്ള എന്താ ഉണ്ടാവുക? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ. വി സ്ക്വയർ ഈക്വൽ ടു ജി എം ബൈ ആർ. അപ്പൊ അതിന് എന്ത് ചെയ്യാം? ബി കാണാം. ഓക്കെ, ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? വി സീറോ എന്ന് കൊടുക്കുക. അപ്പം വി സീറോ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എച്ച് ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ വി സീറോ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. ഒന്നും കൂടി ചെയ്താ ജി എം ബൈ ആർ പ്ലസ് എച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ സാറ്റലൈറ്റ് നിയറർ ടു, അതായത് ഓർബിറ്റ്, അതായത് ഇപ്പൊ ഈ ഭൂമിയെ എന്ത് ചെയ്യുക? ചുറ്റുന്നത് എന്ത് ചെയ്യുക? വളരെ എടുത്താൽ, ഭൂമിയുടെ വളരെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഭൂമിയുടെ വളരെ എടുത്താണെങ്കിൽ അവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ്. എന്താണ്? ഹൈറ്റ് ഈസ് നെഗ്ലിജിബിൾ. അപ്പൊ അങ്ങനെ എഴുതാം. സപ്പോസ് satellite revolving nearer to എർത്ത്. എർത്തിന് എടുത്താണ് സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ ആണ് അല്ലെ. ഭൂമിയിൽ വളരെ തൊട്ടടുത്ത്. അങ്ങനെയാണ് അവിടെ ഹൈറ്റ് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ മുകളിലുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം? നമ്മൾ എച്ചിന് 0 കൊടുക്കാം. ആ ഇക്വേഷൻ വി സീറോ ഈസ് ജി എം ബൈ റൂട്ട് ഓഫ് വി സീറോ ഈസ് റൂട്ട് ജി എം ബൈ ആർ പ്ലസ് എച്ച് അല്ലേ. ഓക്കെ, അപ്പം വി സീറോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ പ്ലസ് എച്ച്. എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ജി എം ഡിവൈഡഡ് ബൈ ആർ. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഒരു ആർ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം, ഒരു ഡിവൈഡ് ചെയ്യാം. ഇൻറ്റു ആർ ബൈ ആർ. ഓക്കെ, അപ്പം വി സീറോ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ റൂട്ട് ഓഫ്. ക്ലിയർ ആണല്ലോ. ജി എം ബൈ ആർ സ്ക്വയറിനെ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയാം സ്മോൾ ജി എന്ന് പറയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ വി സീറോ ഈസ് ഈക്വൽ ടു റൂട്ട് ജി ആർ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി. ക്ലിയർ ആണല്ലോ. ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എന്താണ് പറയാ? സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് നമ്മളിപ്പം പറഞ്ഞത്. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? എസ്കേപ്പ് വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ്, ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് റിലേഷൻ കണക്റ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു, അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പോവാണ്. അപ്പം ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എസ്കേപ്പ് വെലോസിറ്റി വി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gr. ക്ലിയർ ആണല്ലോ. വി ഈസ് റൂട്ട് ഓഫ് 2gr. പിന്നെ ഓർബിറ്റൽ വെലോസിറ്റി വി സീറോ ഈസ് ഈക്വൽ ടു റൂട്ട് gr. ക്ലിയർ ആണല്ലോ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ എ ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ബി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷൻ എ ബൈ ബിനെ ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ എ ബൈ ബി പറയുമ്പോൾ വിഇ ബൈ വി സീറോ, വിഇ ബൈ വി സീറോ കണ്ട എന്താ പറയുക, റൂട്ട് ഓഫ് 2GR ബൈ റൂട്ട് ഓഫ് GR. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കിട്ടുക, റൂട്ട് 2 ആണല്ലോ. വിഇ ബൈ വി സീറോ എന്നാൽ റൂട്ട് 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന് വിഇ ഉണ്ടല്ലോ, വിഇ ഈസ് ഈക്വൽ ടു റൂട്ട് 2 അല്ലേ ഇൻറ്റു ആ വി സീറോ എന്ത് ചെയ്യുക, ആ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക വി സീറോ. അപ്പൊ വിഇ ഈസ് ഈക്വൽ ടു റൂട്ട് 2 വി സീറോ. ഓക്കെ, അപ്പം റിലേഷൻ കണക്റ്റിംഗ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വിഇ ഈസ് ഈക്വൽ ടു റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ. എസ്കേപ്പ് വെലോസിറ്റിന്റെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർബിറ്റൽ വെലോസിറ്റി കാണാൻ പറ്റൂലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, എസ്കേപ്പ് വെലോസിറ്റി കിട്ടുകയാണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ അതിന് എന്ത് ചെയ്യുക, ഓർബിറ്റൽ വെലോസിറ്റിയെ റൂട്ട് 2 കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഓർബിറ്റൽ വെലോസിറ്റി ആണ് തരുന്നത് വിചാരിക്കുക. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം, വി സീറോ ഇസ് ഈക്വൽ ടു, അപ്പൊ വി സീറോ ആണ് കാണേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, വി സീറോ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, വിഇ ബൈ റൂട്ട് 2 വിഇ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്, അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി വിഇ ബൈ റൂട്ട് 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നെടുത്ത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ.